ഗ്രാമത്തിൽ താമസിക്കുന്ന പ്രിയ എന്ന പെൺകുട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവൾ കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ ഈ സ്വപ്നങ്ങളിൽ അധികവും വലിയ ദുരന്തങ്ങളായിരുന്നു. തന്റെ സ്വപ്നങ്ങൾ സത്യമാകുന്നത് കണ്ട് ഭയന്ന പ്രിയ ഇതിനൊരു പരിഹാരം തേടി ഹൈദരാബാദിലെത്തുന്നു. അവിടെ വെച്ച് അവൾ ഡോക്ടറായ നവീനെ പരിചയപ്പെടുകയും അവർ പ്രണയത്തിലായി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. സന്തോഷകരമായ ആ ദാമ്പത്യത്തിനിടയിലാണ് പ്രിയ ഭയാനകമായ ആ സ്വപ്നം കാണുന്നത്. താൻ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നു. തന്റെ സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന ഉറപ്പുള്ളതിനാൽ നവീന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രിയ വല്ലാതെ ഭയപ്പെട്ടു. ആ സമയത്താണ് നവീന്റെ സുഹൃത്തായ കാർത്തിക് അവരുടെ വീട്ടിലെത്തുന്നത്. നവീനും കാർത്തിക്കും ഐഷുവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഐഷുവിനെ കാണാതായിട്ട് കുറേ നാളുകളായിരുന്നു. ഐഷുവിന് നവീനോടായിരുന്നു കൂടുതൽ അടുപ്പമെന്നതുകൊണ്ട് അവളുടെ തിരോധാനത്തിൽ കാർത്തിക്കിന് നവീനെ സംശയമായിരുന്നു. കാർത്തിക് ഈ സംശയം പ്രിയയുടെ മനസ്സിലും ഇട്ടുകൊടുത്തു. സംശയം മൂത്ത പ്രിയയും നവീനും തമ്മിൽ വലിയ വഴക്കുണ്ടാവുകയും നിയന്ത്രണം വിട്ട പ്രിയ നവീനെ കത്തികൊണ്ട് കുത്തുകയും ചെയ്യുന്നു. ആ സമയം അവിടെയെത്തിയ കാർത്തിക് പരിക്കേറ്റ നവീനെ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്നു. മരണാസന്നനായ നവീൻ തന്റെ ഫോൺ പ്രിയയുടെ നേർക്ക് എറിഞ്ഞുകൊടുത്തിട്ട് അതിലെ സത്യം നോക്കാൻ പറയുന്നു. പ്രിയ ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കാർത്തിക് ഒരു കുപ്പികൊണ്ട് പ്രിയയുടെ തലക്കടിച്ച് വീഴ്ത്തുന്നു. ഈ സമയത്ത് കാർത്തിക് തന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തുന്നു. ഐഷുവിന് നവീനെയായിരുന്നു ഇഷ്ടം. ഈ കാര്യം നവീനോട് പറയാൻ അവൾ കാർത്തിക്കിനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ കാർത്തിക്കിന് ഐഷുവിനെ പ്രണയമായിരുന്നു. അവൾക്ക് നവീനോടുള്ള ഇഷ്ടമറിഞ്ഞ കാർത്തിക് പ്രതികാരബുദ്ധിയോടെ അവളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അവളുടെ മൃതദേഹം ഒരു മതിലിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ചതും കാർത്തിക് തന്നെയായിരുന്നു. സത്യമെല്ലാം പറഞ്ഞ ശേഷം നവീനെ കൊല്ലാനായി കാർത്തിക് തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ആ നിമിഷം തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം തീർക്കാൻ ഐഷുവിന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും കാർത്തിക്കിനെ വധിക്കുകയും ചെയ്യുന്നു.